എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത്. സത്യം പറഞ്ഞാലുണ്ടല്ലോ, എന്നും രാവിലെ ഫോൺ അങ്ങോട്ട് തുറന്ന് നോക്കുമ്പോഴേ കാണുന്നത് കൊലപാതകങ്ങളും പീഡനങ്ങളും എന്ന് വേണ്ട അഴിമതികളും ഇതൊക്കെയാണ്. അതൊന്നും അല്ലെങ്കിൽ റോഡ് ആക്സിഡൻറ്റ് ഇതൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അതിനെല്ലാത്തിനേക്കാളും വിപരീതമായിട്ട് ഇന്നൊരു വളരെ നല്ല സന്തോഷകരമായിട്ടുള്ള ഒരു വാർത്ത കാണാനിടയായി. അപ്പോൾ അത് ഉടനെ തന്നെ ചൂടാറാകത്തെ നിങ്ങളുടെ അടുത്തേക്ക് എത്തിക്കാനായിട്ട് ഞാൻ വന്നതാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, അതിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലേക്ക് പോകാം. സംഭവം എന്താണെന്ന് വെച്ചാൽ, കുറേ ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ എൻ്റെ ചാനലിൽ മാത്രമല്ല മിക്ക ആളുകളും ഇട്ടിട്ടുണ്ടായിരുന്ന ഒരു സംഭവമാണ്. നമ്മുടെ ഒരു പാവ ഉമ്മയെ ഒരു മകൻ പിന്നെ ഈ മയക്കുമരുന്നൊക്കെ ഉപയോഗിച്ചിട്ട് അതിൻ്റെ ആ ഒരു ലഹരിയിൽ അമ്മയോട് പോലും വളരെ മോശമായിട്ട് പെരുമാറിയ ആ ഒരു മകനെക്കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ, ആ ഉമ്മയുടെ സങ്കടങ്ങളും ഉമ്മയുടെ കരച്ചിലും ഒക്കെ ആയിട്ടായിരുന്നു അന്നത്തെ വീഡിയോ ഉണ്ടായിരുന്നത്. പിന്നീട് ഒടുവിൽ മകൻ്റെ കയ്യിൽ നിന്ന് ആ ഉമ്മ കുറേ ലഹരി വസ്തുക്കൾ പിടിച്ചെടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ആ മകൻ ആ വീട്ടിൽ നിന്നും ഓടിപ്പോയി. ഈ കുട്ടി എങ്ങോട്ട് പോയി എന്നറിയാതെ ഉമ്മ ആകെ സങ്കടപ്പെട്ടിരുന്ന ആ ഒരു അവസ്ഥയിലാണ് ജസ്ന എന്ന് പറയുന്ന ഒരു ബഹുമാനപ്പെട്ട ഒരു യൂട്യൂബറെ സമീപിക്കുകയും ആ പെൺകുട്ടി ആ ഒരു വിഷയത്തെ വെച്ചിട്ട് ഒരു വീഡിയോ ചെയ്ത് നമ്മളെയൊക്കെ അറിയിക്കുകയും നമ്മളെപ്പോലെ തന്നെ ഈ ഒരു നമ്മുടെ ഈ നാട്ടിലുള്ള ഒട്ടുമിക്ക ആളുകളും ഈ അവരുടെ സബ്സ്ക്രൈബറായിട്ടുള്ളവരും അല്ലാത്തവരുമായിട്ടുള്ള ഒരുപാട് ജനങ്ങളിലേക്ക് അത് എത്തിക്കുകയും ചെയ്തു. അതിന് ആ ഒരു പെൺകുട്ടിയോട് നമ്മളെല്ലാവരും കടപ്പെട്ടിരിക്കുകയാണ്. കാരണം ആ ഒരു വീഡിയോ ഒരുപാട് ഇതുപോലെയുള്ള വിഷമങ്ങളൊക്കെ അനുഭവിക്കുന്നവർക്ക് അത് കുട്ടികളെ ശ്രദ്ധിക്കാനൊക്കെയുള്ള, അല്ലെങ്കിൽ ഇനിയുള്ള തലമുറകളെ കുറിച്ചിട്ട് ആകുലതപ്പെടുന്ന എല്ലാവർക്കും വളരെ ഉപകാരമായിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു അത്. ഇത്തരത്തിലുള്ള കാമ്പുള്ള വീഡിയോകളാണ് നമ്മൾ എല്ലാവരും കാണാൻ ആഗ്രഹിക്കുന്നത്, അല്ലേ? അപ്പോൾ എടുത്തു പറയത്തക്ക രീതി എന്ന് വെച്ചാൽ, ആ ഉമ്മയോട് പലരും ആ കുട്ടിയെ പറ്റിയിട്ട് വളരെ മോശമായിട്ടുള്ള സാഹചര്യങ്ങൾ കണ്ടതായിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്നേരം ഒന്നും സ്വന്തം മക്കളെ പറ്റിയിട്ട് ആരെന്ത് പറഞ്ഞാലും അമ്മമാർ അത് അംഗീകരിക്കാൻ തയ്യാറാവില്ല. പക്ഷെ ആ ഒരു അമ്മ അങ്ങനെയല്ല. അത് ഈ ഒരു സംഭവം അറിഞ്ഞപ്പോൾ തന്നെ ആദ്യം എല്ലാ അമ്മമാരെ പോലെ തന്നെ ആ അമ്മ അതിനെ തള്ളിക്കളഞ്ഞു. പിന്നീട് അമ്മയുടെ ജീവിതത്തിൽ വന്ന ഓരോരോ അനുഭവങ്ങൾ വെച്ചിട്ട് പിന്നീട് അമ്മയ്ക്ക് കാര്യം മനസ്സിലായി. ഇത് ശരിയല്ല, ഈ പോക്ക് ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ ആകെ പ്രശ്നമാണ് എന്നുള്ള കാര്യം മനസ്സിലായി. അമ്മ കുഞ്ഞിൻ്റെ എല്ലാം പരിശോധിച്ച് നോക്കിയപ്പോഴത്തേക്ക് കുട്ടിയുടെ ബാഗ്, സംഭവങ്ങൾ, റൂമിലുള്ള കവറുകൾ ഇതൊക്കെ പരിശോധിച്ച് നോക്കിയപ്പോൾ അതിൽ നിന്ന് ഒരു കിറ്റ് ലഹരി വസ്തുക്കൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നീട് പുറത്ത് പറയാൻ കൊള്ളാത്ത പല സാധനങ്ങളും അതിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നീട് അമ്മ പോലീസിനെ സമീപിക്കുകയും പിന്നീട് ഒക്കെ ചെയ്തു. അതിനുശേഷമാണ് ഈ പറയുന്ന ജസ്ന എന്ന് പറയുന്ന ആ ഒരു യൂട്യൂബറെ സമീപിക്കുകയും കാര്യങ്ങളൊക്കെ ലോകത്തിന് മുന്നിലേക്ക് കൊണ്ടുവരികയും ചെയ്തു. അതുവഴി ഒരുപാട് അമ്മമാരും ഉമ്മമാരും ഒക്കെ ഇവരെ വിളിച്ച് അവരുടെ ജീവിത കഥകളൊക്കെ ഇവരെ അറിയിച്ചു. പിന്നീട് ബഹുമാനപ്പെട്ട ഒരുപാട് സഹോദരന്മാർ ഈ ഒരു ഉമ്മയ്ക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്യുകയും ഒക്കെ ചെയ്തു. അതിൻ്റെയൊക്കെ ഫലമായിട്ടെന്നോണം ഇപ്പോൾ ആ ഉമ്മയുടെ പൊന്നാര മോൻ തിരികെ വന്നിരിക്കുകയാണ്. അവൻ്റെ മനസ്സ് മാറിയിട്ടാവണം അവൻ തിരികെ വന്നിട്ടുണ്ടാവുക. ഒരു പക്ഷേ ഈ ഒരു ഉമ്മയുടെ കണ്ണീരും സങ്കടവും ഒക്കെ അവൻ കണ്ടിട്ടുണ്ടാവണം. എന്ത് തന്നെയാണെങ്കിലും ഇപ്പോൾ ഉമ്മയുടെ പക്കലില്ല മകൻ. എന്നാൽ പോലും ഉമ്മയ്ക്ക് ഏറ്റവും വിശ്വസ്തമായിട്ടുള്ള വിശ്വാസമുള്ള ഒരിടത്ത് ഈ മകനുണ്ട് എന്നുള്ള ആ ഒരു വാർത്ത ഉമ്മയ്ക്ക് വളരെ സന്തോഷമായിരിക്കുകയാണ്. അങ്ങനെ ഉമ്മയും ഈ പറയുന്ന യൂട്യൂബറും തമ്മിൽ വീണ്ടും ഒന്നിക്കുകയാണ്. അപ്പോൾ ആ ഒരു സന്തോഷം നിറഞ്ഞ മുഹൂർത്തമാണ് ഞാൻ നിങ്ങളിലേക്ക് പങ്കുവയ്ക്കുന്നത്. അൽഹംദുലില്ലാ, അങ്ങനെ ജസ്ന ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് കൊണ്ട് മാത്രമാണ് സമൂഹത്തിന്റെ മുന്നിൽ ഇതുപോലൊരു വീഡിയോസ് എത്തിച്ചു കൊടുക്കാൻ പറ്റിയതും എന്റെ മോൻ അതുവഴി ഇങ്ങനെ തിരിച്ചു വന്നതും. ഇപ്പൊ എനിക്ക് ഒരുപാട് കടമയുണ്ട് ജസ്ന. അതല്ല, നമ്മൾ എന്താ വെച്ചാല് ഇതുപോലെ ആരും പറയാൻ മുതിരൂല. സ്വന്തം മക്കളെ കാര്യമാകുമ്പോ പ്രത്യേകിച്ച് ഒരു ഉമ്മയോ ഒരു അമ്മയോ തുറന്ന് പറയൂല. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ജസ്നയാണ്. ഞാൻ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഡ്രഗ് അഡിക്റ്റ്. അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ ഈ ഒരു വീഡിയോ? അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യമെന്ന് വെച്ചാൽ, നമ്മുടെ മക്കളെ പറ്റിയിട്ട് ചിലപ്പോൾ മോശം സാഹചര്യത്തിൽ പല സ്ഥലങ്ങളിൽ വെച്ചിട്ട് നമ്മുടെ കുട്ടികളെ കണ്ടു എന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും നമ്മളോട് വന്നിട്ട് അതേക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ നമ്മൾ അത് ഒരു കാരണവശാലും തള്ളിക്കളയാതെ തന്നെ നമ്മൾ അതേക്കുറിച്ച് അന്വേഷിക്കാനുള്ളൊരു മനസ്സുണ്ടാവണം. അതിനുശേഷം നമ്മളിപ്പോൾ പലരും ചെയ്യാൻ മടിക്കുന്നൊരു കാര്യമെന്ന് വെച്ചാൽ, കുട്ടികളുടെ ബാഗോ സംഭവങ്ങളോ ഒന്നും നമ്മൾ പരിശോധിക്കാറില്ല. ഇന്നത്തെ കാലത്തെ അമ്മമാർക്കോ
ചിലപ്പോൾ ഒന്നും അതിനുള്ള സമയവും കിട്ടാറില്ല. ഒന്നുകിൽ അവർ മൊബൈലും കൊണ്ട് എവിടെയെങ്കിലും ഇരിക്കും, അല്ലെങ്കിൽ അവർ ജോലിക്ക് പുറത്ത് പോകുന്നുണ്ടായിരിക്കും, അതുമല്ലെങ്കിൽ സീരിയൽ കാണുന്നുണ്ടായിരിക്കും. ഇങ്ങനെ അവരുടേതായിട്ടുള്ള തിരക്കുകളിൽ അവരുണ്ടാവും. പക്ഷേ അപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ, നമ്മൾ എല്ലാത്തിനേക്കാളും പ്രാധാന്യം നൽകുന്നത് നമ്മുടെ മക്കൾക്ക് തന്നെയാണ്. അപ്പോൾ നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട് രാപ്പകലില്ലാതെ നമ്മൾ കഷ്ടപ്പെട്ടിട്ട് ആ മക്കൾ നമ്മളുടെ അടുത്ത് നിന്ന് കൈവിട്ട് പോകുന്ന ഒരു സാഹചര്യം വന്നാൽ അത് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. അപ്പോൾ അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ, നമ്മൾ അവരെ വളരെ സൂക്ഷ്മതയോടുകൂടി വീക്ഷിക്കുക എന്നുള്ള ഒരു കാര്യമാണ്. പിന്നീട് എനിക്ക് പറയത്തക്ക ഒരു കാര്യമെന്ന് വെച്ചാൽ, ഇനിയിപ്പോൾ പ്ലസ് ടുവിൻ്റെ എക്സാം കഴിയുന്നു, അതുപോലെ SSLC ഇതൊക്കെ കഴിയുമ്പോഴത്തേക്ക് കുട്ടികൾ പിന്നെ കുറച്ച് കാലത്തേക്ക് വീട്ടിൽ തന്നെ ആയിരിക്കും. അപ്പോൾ ആ വീട്ടിലാണെങ്കിൽ പോലും ചില കുട്ടികളൊന്നും വീട്ടിലടങ്ങിയിരിക്കില്ല. അച്ഛനോ അമ്മയോ പറയുന്നതൊന്നും കേൾക്കാതെ അവർ കറങ്ങി നടക്കാനും അവരുടെ ഫ്രണ്ട്സുമൊത്ത് സമയം ചിലവഴിക്കാനൊക്കെ ആയിട്ട് അവർ പോവും. അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ചില കുട്ടികൾ കള്ളം പറഞ്ഞിട്ടായിരിക്കും പോകുന്നതും. അപ്പോൾ ഒരു കാര്യം നിങ്ങൾ പാരൻസ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, കുട്ടികളുടെ ബാഗ് സാധനങ്ങളൊക്കെ നന്നായിട്ടൊന്ന് പരിശോധിക്കുക. അത് അവർ പോലും അറിയരുത് അവരുടെ സാധനങ്ങൾ നമ്മളിങ്ങനെ പരിശോധിച്ച് നോക്കുന്നുണ്ടെന്ന്. അതെന്താണെന്ന് വെച്ചാൽ, ഏതെങ്കിലും തരത്തിലുള്ള ലഹരി സാധനങ്ങൾ അവരതിനകത്ത് കൊണ്ടുവന്ന് ഒളിപ്പിച്ച് വെക്കുന്നുണ്ടെങ്കിൽ അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ നേരിട്ട് അവരോട് ചോദിക്കാൻ ഒരു കാരണവശാലും പോകരുത്. കാരണം നമ്മൾ എന്തൊക്കെ ചോദിച്ചാലും ഒരിക്കലും അവരത് സത്യം നമ്മളോട് തുറന്ന് പറയില്ല എന്ന് മാത്രമല്ല, അവർ ഒരുപാട് വയലൻ്റ് ആവാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ളൊരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ ഈ കിട്ടിയ സാധനം നിങ്ങളപ്പോൾ തന്നെ നിങ്ങൾ പോലീസ് സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെടുക എന്നുള്ളതാണ്. പോലീസുകാർ നമ്മുടെ മക്കളെയൊന്നും എടുത്ത് തൂക്കിക്കൊല്ലത്തൊന്നുമില്ല. ഇങ്ങനെ ഒരു പ്രതിസന്ധി വന്നു കഴിഞ്ഞാൽ അവർക്കറിയാം അത് ഏത് രീതിയിൽ കൈകാര്യം ചെയ്യണം എന്നുള്ളത്. അപ്പോൾ അതോർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട ഒരു കാര്യമില്ല. നിയമത്തിൻ്റെ വഴിക്ക് തന്നെ പോകുന്നതായിരിക്കും നല്ലത്. എന്നാൽ നിങ്ങൾ ചോദിക്കും, നിങ്ങളാണെങ്കിൽ അങ്ങനെ ചെയ്യുമോ എന്ന്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ കിട്ടുന്ന ഗുണം ഒന്നാണ്. കാരണം ഈ കുട്ടിയെ ചികിത്സിക്കാനും പിന്നെ ഇത് വന്ന വേരുകളൊക്കെ കണ്ടുപിടിക്കാനും സൗകര്യം ഉണ്ടാവും. അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങളൊക്കെയാണ്. എന്തായാലും ഞാൻ അതേക്കുറിച്ചിട്ടൊന്നും കൂടുതലായിട്ട് അങ്ങോട്ട് മുന്നോട്ട് പോകുന്നില്ല. പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, എനിക്ക് നിങ്ങളോട് ചില കാര്യങ്ങൾ പറയാനുള്ളത് കൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോയിലേക്ക് വന്നത്. നമ്മൾ കുട്ടികളെ രാത്രി കാലങ്ങളിൽ ചില കുട്ടികൾ ഒരു കോള് വന്നു എന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് പോകും. എൻ്റെ ഫ്രണ്ട് അവിടെ വന്ന് നിൽക്കുന്നു, ഞാൻ വരാം എന്ന് പറഞ്ഞിട്ട് പോകും. ചിലപ്പോൾ പോയിട്ട് വരുമ്പോൾ കുട്ടികളുടെ കയ്യിൽ ചിലപ്പോൾ നമ്മൾ നോക്കുമ്പോൾ കയ്യിലൊന്നും ഒന്നും ഉണ്ടാവില്ല. ചിലപ്പോൾ അവരുടെ ഷെഡിയുടെ ഉള്ളിലോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും രഹസ്യ ഭാഗങ്ങളിലായിരിക്കും ഒളിപ്പിച്ച് വെച്ചുകൊണ്ട് അവർ ഡ്രഗ്സൊക്കെ കൊണ്ടുവരാനുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ പോലും അതറിയില്ല. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ അസമയത്തൊന്നും കുട്ടികളെ പുറത്തേക്ക് വിടാതിരിക്കുക. സന്ധ്യയ്ക്കായാലും കുട്ടികളെ പുറത്തേക്ക് ആവശ്യമില്ലാതെ അയക്കാതിരിക്കുക. പിന്നീട് ചെയ്യേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ, രാത്രി കാലങ്ങളിൽ ആരെങ്കിലും വന്നിട്ട് ഈ കുട്ടികൾ പുറത്തേക്ക് ഇറങ്ങുകയാണെങ്കിൽ, സംസാരിക്കാൻ എന്നുള്ള രീതിയിലാണെങ്കിൽ പോലും വീട്ടിന് പുറത്തേക്ക് ഇറങ്ങുകയാണെങ്കിൽ നിങ്ങൾ വളരെ ശക്തമായിട്ട് കുട്ടികളെ വീക്ഷിക്കണം. അവർ ചിലപ്പോൾ വീട്ടിനകത്ത് നിന്ന് അവർ ഡോറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത് ആരെങ്കിലും ഇവർക്ക് ഈ ഒരു സംഭവം കൊടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും. അവരത് മേടിക്കുന്നുണ്ടായിരിക്കും. ചിലപ്പോൾ നമ്മുടെ മക്കൾ നമ്മൾ പോലും അറിയാതെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കച്ചവടം ചെയ്യുന്നുമുണ്ടായിരിക്കും. നമ്മളിതൊന്നും അറിയില്ല. കാരണം നമുക്കെല്ലാം വെളുത്തതെല്ലാം പാലാണല്ലോ. മാത്രമല്ല, പാരൻസിനെ സംബന്ധിച്ചിടത്തോളം കുട്ടികൾ എപ്പോഴും നമുക്ക് കുട്ടികളാണ്, തീരെ കുട്ടികളാണ്. അവരെത്ര വളർന്നു വലുതായാലും നമ്മൾ അവരുടെ വളർച്ചയെ പലപ്പോഴും അറിയാതെ പോവുകയാണ് എന്നതാണ് വാസ്തവം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു സന്തോഷ മുഹൂർത്തം, അതായത് ആ കുട്ടി തിരിച്ചു വന്നതിലുള്ള ആ ഒരു ഉമ്മയുടെ സന്തോഷം, എന്നാൽ പോലും ആ ഉമ്മ പറയുന്നുണ്ട്, എൻ്റെ മകൻ തിരിച്ചു വന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. പക്ഷേ അവനെ ഞാൻ എൻ്റെ വീട്ടിൽ എനിക്കൊപ്പം താമസിപ്പിക്കണം എന്നുണ്ടെങ്കിൽ അവൻ തീർത്തും പച്ചയായ ഒരു മനുഷ്യനായി മാറണം. അങ്ങനെ അവൻ്റെ ഉള്ളിലുള്ള ആ ഒരു മൃഗമൊക്കെ കഴിയുമ്പോൾ അവനെ ഞാൻ സ്വീകരിക്കും തീർച്ചയായിട്ടും. അത് ഇല്ലയെന്നുണ്ടെങ്കിൽ ഞാൻ അവനെ തള്ളിക്കളയുക മാത്രമേ ചെയ്യുള്ളൂ എന്ന് ആ ഒരു ഉമ്മ പറയുന്നുണ്ട്. എന്തായാലും ആ ഒരു ഉമ്മയുടെ വിലാപം, ആ സങ്കടം ആ മകനെ മനസ്സിലായത് കൊണ്ടാണല്ലോ മകൻ തിരികെ വന്നിട്ടുള്ളത്. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും ആ ഒരു ഉമ്മ അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടായിരിക്കും ഉമ്മ അങ്ങനെ പറഞ്ഞത് എന്ന് മകന് പെട്ടെന്ന് തിരിച്ചറിയാനുള്ള സാധ്യതകളുണ്ട്. ഇത് മനസ്സിലാക്കി, ഉമ്മയുടെ സങ്കടം മനസ്സിലാക്കിയിട്ട് ഡ്രഗ്സ് അഡിക്റ്റായ മകൻ തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ ആ ഉമ്മ ഇപ്പോൾ അനുഭവിക്കുന്ന ആനന്ദം മകൻ തൊട്ട് അടുത്തുണ്ട് എന്നുള്ള ആ ഒരു തിരിച്ചറിവിൽ അമ്മയുടെ ആ ഒരു സന്തോഷം മനസ്സിലാക്കിയിട്ട് അവൻ്റെ കൊള്ളരുതായ്മകളും ഒക്കെ ഉപേക്ഷിച്ചിട്ട് ഇവൻ അമ്മയുടെ അടുത്തേക്ക് തിരിച്ചു വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല. അതിനു വേണ്ടിയിട്ട് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം.
ഈ ഒരു സന്തോഷം കിട്ടിയപ്പോൾ നിങ്ങളെ അറിയിക്കണമെന്ന് തോന്നി, അതുകൊണ്ടാണ് വന്നത്. ഈ ഉമ്മയുടെ സങ്കടം വെച്ചിട്ട് അന്ന് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു മകൻ തിരിച്ചു വന്നു എന്നുള്ള ഒരു വാർത്ത അറിയുമ്പോൾ അത് നിങ്ങളിലേക്ക് എത്തിക്കാനുള്ള ആ ഒരു ഉത്തരവാദിത്തം എനിക്കുള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുകയാണ്. ഇഷ്ടമായവരൊക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്തേക്കണം. അതുപോലെ തന്നെ പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്യാനും മറക്കരുത്. ഇനി ഇതുപോലെ നല്ല നല്ല വീഡിയോകളൊക്കെ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരാം. അതുവരെ എൻ്റെ എല്ലാ സഹോദരങ്ങൾക്കും നന്ദി, നമസ്തേ.